എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡാണ്. നിങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണയെ പരിഗണിച്ച് ഈ പരിപാടി ഞാൻ പുനരാരംഭിച്ചിരിക്കുകയാണ്. എത്രനാൾ തുടരും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബോറടിക്കുന്ന സമയത്ത് നിർത്തേണ്ടി വരും. മുന്നേക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമൊക്കെ ആയപ്പോഴത്തേന് റീലുകൾ വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് അടിക്കാൻ തുടങ്ങി. അതൊരു ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് അന്ന് അത് നിർത്തിയത്. ഏതായാലും ഇപ്പോൾ കുറച്ച് പുതുമയുള്ള റീലുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ആദ്യം തന്നെ ഞാൻ പ്ലേ ചെയ്യുന്ന റീല് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം സംസാരിച്ച ഒരു റീലാണ്. ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ പല മനുഷ്യരും ആന്തരിക സൗഖ്യം ആഗ്രഹിച്ചു വന്നിട്ടും അത് സാധിക്കാതെ പോകുന്നെങ്കിൽ നമ്മുടെ തന്ത വൈബോ കള്ള വൈബോ ഒക്കെ ആയിരിക്കും. ആരൊക്കെയാണ് ദേവാലയത്തിൽ ആന്തരിക സൗഖ്യം അനുഭവിച്ചു വരുന്നവർ? ഒരുപക്ഷെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുള്ളവർ, കഴിഞ്ഞ കാലത്ത് വലിയ മദ്യപാനികളായിരുന്നിട്ടുള്ളവർ, എന്തെങ്കിലും ശാരീരിക പ്രതിസന്ധി നേരിടുന്നവർ, വിവാഹമോചിതരായിട്ടുള്ള ആളുകൾ, ജോലിയില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ലാത്തവർ, എന്താണോ അവർ പറയാനും കേൾക്കാനും ഓർക്കാനും ആഗ്രഹിക്കാത്തത് അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഇടമായി ദേവാലയം മാറുന്നില്ലേ? ഞാൻ കുണ്ടറപ്പള്ളിയിൽ ഇരിക്കുമ്പോ കുണ്ടറക്കാരോട് പറഞ്ഞില്ലേ, എനിക്കൊരു സമാധാനം. ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ പെണ്ണ് കിട്ടുന്നില്ല സത്യം അറിയാതെ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം ഒരു അച്ഛൻ എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛൻ എന്താ കെട്ടാതെ? ഞാൻ ഒന്നും മിണ്ടിയില്ല. വല്ല കുഴപ്പമുണ്ടോ? തിരുമേനിയോട് അങ്ങനെ അറിയില്ല. ഞാൻ 3 കൊല്ലമായി കല്യാണം ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്റെ മാരിറ്റൽ സ്റ്റേറ്റസ് ഒക്കെ സെയിം. ഞാൻ കഴിച്ചില്ലേലും കഴിച്ചാലും എന്റെ മുഖത്ത് നോക്കി എടുത്ത് ചോദിക്കാം വല്ല കുഴപ്പമുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, പക്ഷെ അത് കാനൂനികമല്ലാത്തതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈയിടെ ഇന്തോനേഷ്യയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരുത്തനെ അങ്ങ് തല്ലി കൊന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും കല്യാണമായില്ലേ, ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇയാൾ വീട്ടിൽ ചെന്ന ഒരൊക്കെ എടുത്തുള്ള ഒറ്റ ആഴ്ച കൊന്നു. ഇതൊരു കൊലപാതക ആഹ്വാനമായിട്ട് നിങ്ങൾ എടുക്കുക. വിവാഹമോചിതരായവർ അവരത് പറയാനും ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. കുട്ടികളില്ലാത്തവർ, നിങ്ങളുടെ കയ്യിൽ ഗൈനോക്കോളജിസ്റ്റിന് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ചില സേവ്യ സംഘക്കാരായി അവരതുമായിട്ടാണ് നടക്കുന്നത്. എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട് വേണോ. ജോലി ഇല്ലാത്തവനോട് എന്നും ജോലിയില്ലേ, കെട്ടിയില്ലേ, കുട്ടിയില്ലേ, കെട്ടിയിട്ടില്ലേ, എന്തോത്തിന്റെ ഏനക്കേടാന്നാ ഞാൻ അറിയാൻ മേലെ ചോദിക്കും. കാരണം അവർ ഇതൊന്നും ഓർക്കാനും പറയാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും ചോദിക്കാത്തതും പറയാത്തതും പറയേണ്ടി വരാത്തതുമായ ഒരു ഇടത്ത് ആന്തരിക സൗഖ്യം അന്വേഷിച്ചാണ് അവർ വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറെ ചെറുപ്പക്കാരെങ്കിലും പള്ളിയിൽ വരാത്തത് നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത ഐസക് ന്യൂട്ടൺ പോലും ഇത്രയും ചോദ്യങ്ങളില്ല. ഞാൻ ആ ഇന്തോനേഷ്യക്കാരനെ ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുക, സഭ അനുവദിച്ചാൽ. ആ ഒലക്കയിൽ ഒരെണ്ണം വാങ്ങിച്ച് ഇവിടെ കൂടെ കൊണ്ടുവരണം. അവിവാഹിതരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ക്രിസ്ത്യൻ യുവതീ-യുവാക്കൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ റീലിൽ പറഞ്ഞത്. ഞാനൊക്കെ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. ഇതേപോലെ തന്നെ പള്ളിയിൽ പോക്ക് കുറച്ച് നിർത്തി പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറിയ വ്യക്തിയാണ്. ഈ ഒരു കാരണങ്ങളാണ് നമ്മളെ ഈ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് നയിച്ചത്. അന്നത്തെ ഈ അപ്പപ്പന്മാരുടെയും അമ്മച്ചിമാരുടെയൊക്കെ ചോദ്യങ്ങളാണ് നമ്മളൊരു ബെറ്റർ ഹ്യൂമനാക്കി മാറ്റിയത്. കാരണം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഈ പള്ളിയിൽ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മറ്റുള്ള ആളുകളെ കുത്തി സംസാരിക്കുന്ന ചോദ്യങ്ങളല്ലാതെ വേറൊന്നും ചോദിക്കാനില്ല. ഡെയിലി രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അത് ഉറക്കം മതിയായിട്ട് പോകുന്ന ആൾക്കാരാണ്. വേറെ ഒരു പണിയില്ല, നേരത്തെ തന്നെ കിടന്നുറങ്ങി ഉറക്കം മതിയായിട്ട് പോകുന്ന ആൾക്കാരാണ്, കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരല്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മെയിൻ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പള്ളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് 10 പരദൂഷണം പറയാം എന്നുള്ളതായിരിക്കും. കാരണം അത്രയധികം പരദൂഷണം നാട്ടിൽ പറഞ്ഞു വരുത്തുന്ന ഒരേ ഒരു ഭാഗം ഈ നാട്ടിൽ ഡെയിലി പള്ളിയിൽ പോകുന്ന ആളുകളായിരിക്കും. അല്ലാത്ത ആളുകളൊക്കെ രാവിലെ എഴുന്നേറ്റ് തൊഴിലിന് പോകും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഇല്ലാത്ത ഒരിടത്ത് പരദൂഷണം പരക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവരെ സംശയിച്ചുകൊള്ളുക. ഇവരാണ് അത് മെയിനായിട്ട് പരത്തുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അച്ഛന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. എല്ലാ പള്ളികളിലും അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ESN വേറെ ഏതോ സഭയിലാണെന്ന് തോന്നുന്നു. വിവാഹമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവസരമുള്ള ഇടത്തുള്ള ഒരച്ഛനാണ്. ബാക്കിയുള്ള മജോറിറ്റി ഇവിടെ രാവിലെ പള്ളി തുറന്ന് കുർബാന നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ വിഷമം പോയി പങ്കുവയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയമായിരിക്കും ഫലം. നിങ്ങൾ ഈ ഒരു കാരണം പറഞ്ഞ് പള്ളിയിൽ പോവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിവാഹിതരായിട്ട് തന്നെ തുടരേണ്ടി വരും. അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചോളുക. കാരണം നിങ്ങളെ എപ്പോഴാണ് കുടുക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായിട്ട് ബോധമുള്ള ആളുകളാണ് ഈ കടുത്ത സഭാവിശ്വാസികളും അതേപോലെ തന്നെ ഇതിൻ്റെ മേലധികാരികളും. നിങ്ങളുടെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെയാണ് ഇടപെട്ടത് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, മറ്റൊരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അവിടെ ലോക്ക് ചെയ്യും. നിങ്ങളെ പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. നമ്മളെല്ലാം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്ന ആളുകളാണ്. എന്ത് ചെയ്യാം? പ്രണയിച്ച പെൺകുട്ടി ക്രിസ്ത്യാനിയായിപ്പോയി.
നമ്മൾ പിന്നീട് ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി എന്ന് വിചാരിച്ചിട്ട് അവളെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തരത്തിൽ ചില നമ്പറൊക്കെ ഇറക്കി കാര്യങ്ങളൊന്ന് നടത്തിയെടുത്തു. വിവാഹത്തിന് മുമ്പ് ഒത്തിരിയധികം നടപടികളുണ്ട്. നിങ്ങൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള 2 ക്രിസ്ത്യൻ കമിതാക്കളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പള്ളിയിൽ പോയി വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ വിവാഹം നടത്തി തരാനായിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. ക്രിസ്ത്യൻ മാരേജ് ആക്ടിൻ്റെ അണ്ടറിലാണത് വരുന്നത്. അതുകൊണ്ട് ഇവിടെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളില്ല എന്നവർ പറഞ്ഞു കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പള്ളിയിൽ പോയി കെട്ടുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. എന്നാൽ പള്ളിയിൽ പോയി കെട്ടാനായിട്ടുള്ള നൂലാമാലകളോ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഭയന്ന് പള്ളിയിൽ പോകാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിവാഹത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു സെമിനാർ പരിപാടികൾക്ക് വേണ്ട പേപ്പർ പള്ളിയിൽ നിന്ന് തരത്തില്ല. ഇടവക്കാർ ആരുടെയെങ്കിലും വിവാഹം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്ത് തന്നെ അവിടെ സ്ഥലം മാറി വന്ന അച്ഛനാണെങ്കിലും അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ വരും അവൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങുകൾ അവിടെ ഇട്ട് വെച്ച് നിങ്ങളെ കൊടുക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഒപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇവിടെയൊക്കെ നടക്കുന്ന പരിപാടികളാണ്. എന്നാൽ ഈ യുവാക്കൾ, യുവജനത ഈ പാഷാണങ്ങൾക്കിടയിൽ പള്ളിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാതറിങ്ങിലോ പങ്കെടുക്കാതിരിക്കുന്ന കാരണങ്ങളെ കുറിച്ചിട്ട് അധികം ആളുകൾ ചിന്തിക്കത്തില്ല. പള്ളിയിൽ പോകുന്ന യുവാക്കൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ, കോഴ്സിന് പോകാനായിട്ടുള്ള പെർമിഷൻ തരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണത് സോർട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ നമ്മളുടെ ആത്മാഭിമാനം പണയം വെച്ച് അടിയറവ് വെച്ചിട്ട് പിന്നെ 2 മാസം പള്ളിയിൽ പോയി അവരെ കൺവിൻസ് ചെയ്തെങ്കിൽ സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ വിവാഹ ഒരുക്ക സെമിനാറിന് ചെന്നാലോ, ഈ വിവാഹ ഒരുക്ക സെമിനാറിന് പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സെമിനാറിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് ഗംഭീര വെയിറ്റാണ്. ഞാനവിടെ സെമിനാറിനൊക്കെ ചെന്ന സമയത്ത് വീഡിയോസൊക്കെ കാണുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, അയ്യോ നിങ്ങൾ ഇവിടെയോ? ഞാൻ പറഞ്ഞു അല്ലാതെ പറ്റുമോ, പരിപാടി നടക്കണ്ടേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഈ പരിപാടികളൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരു ഡോക്ടറുടെ ഒരു സെഷനുണ്ട്. അതൊഴിച്ച് ബാക്കി 70-80% കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ചതല്ല. പിന്നെ അവിടെയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹത്തിന് മുമ്പ് ഈ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന സ്ത്രീക്കും പുരുഷനും സ്വൈരവിഹാരം നടത്താനായിട്ടുള്ള ഒരു സമയം കിട്ടും. അവർക്ക് ഒന്നിച്ച് നടക്കാം, ഒന്നിച്ച് വർത്തമാനം പറയാം, ഇഷ്ടംപോലെ കാര്യങ്ങൾ പങ്കുവെക്കാം. അതിനുള്ളൊരു സാധ്യത ലൈസൻസ്ഡ് ആയിട്ട് ആണിനും പെണ്ണിനും ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ അറേഞ്ച്ഡ് മാരേജിൽ കിട്ടുന്ന ഒരേ ഒരിടം, ക്രിസ്ത്യാനികൾക്ക് ഒരേ ഒരിടം ആ ഒരു കോഴ്സിൻ്റെ സ്ഥലമാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് ഇരുന്ന് ക്ലാസ് കേൾക്കാം, ഒത്തിരി അധികം ഫ്രീ ടൈം ഉണ്ട്, വർത്തമാനം പറയാൻ ഫ്രീ ടൈം ഉണ്ട്. അതേപോലെ തന്നെ അവർ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം കൂടി എടുത്ത് പറയണമല്ലോ, ഈ പരിപാടികൾക്കിടയിൽ നിങ്ങൾക്ക് ബന്ധത്തിൽ നിന്ന് മാറാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെയധികം ആലോചിച്ച് മാത്രം ഈ ഒരു ബന്ധത്തിൽ തുടരണമെന്ന് തീരുമാനിച്ചാൽ മതി. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഈ അറേഞ്ച്ഡ് മാരേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നത് തന്നെ വലിയ മോശമാണ്, വിവാഹം കഴിഞ്ഞിട്ട് മിണ്ടാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറേയധികം ബുദ്ധിശൂന്യർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കൊടുക്കുന്നത് നല്ലൊരു പരിപാടി തന്നെയാണ്. പക്ഷേ ഈ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% പിള്ളേരും അതിനകത്ത് കാടിച്ച് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. തിരിച്ചൊന്നും ചോദിക്കരുത്, അഭിപ്രായങ്ങൾ പറയരുതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറയും. നന്ദി പറഞ്ഞു, പക്ഷെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വേണ്ട എന്ന് അവർ പറയും. രസമുള്ള പരിപാടിയാണ്. പള്ളിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആളുകൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനായിട്ടുള്ള ഒരു ചിന്ത വരികയും അവർ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറുകയും ചെയ്യും. അതാണ് ഇപ്പോൾ മതത്തിൽ നടക്കുന്ന ഒരു രീതി. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായി വേറൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. +2 കഴിയുമ്പോൾ തന്നെ വിദേശത്തേക്ക് വല്ലതും പോയേക്കും. അവിടെ ആകുമ്പോൾ പോയി എന്തെങ്കിലും മണി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാമല്ലോ, ആരും ചോദ്യം ചോദിക്കാനായിട്ട് വരത്തില്ല. പക്ഷെ അവിടെ വേറൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. ഇപ്പം വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ പള്ളിയിലെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അവിടുത്തെ പള്ളിയിലെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പള്ളിയിൽ പോകണം. അതിനകത്ത് വേറൊരു അവിടെയും ഒരു ചെറിയ പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട് കേട്ടോ, അതെടുത്ത് പറയേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ അവരുടെ ആ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ലിവിങ് ടുഗദർ ലൈഫിനിടയിൽ പെട്ടെന്ന് വീട്ടുകാരോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് വന്ന് വിവാഹം കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വിവാഹം കഴിച്ചിട്ട് പോകുന്ന കുട്ടി ഇവിടെ പോസ്റ്റാവും, അവിടെ വീണ്ടും ചെന്നിട്ട് തിരിച്ചൊരു ജീവിതത്തിലേക്ക് കിടക്കും. അങ്ങനെയുള്ള ചില ബിരുദന്മാർ അച്ചായം കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് പള്ളിയിൽ ഇങ്ങനെയുള്ള ചില സർട്ടിഫിക്കറ്റ് പരിപാടികളൊക്കെ വെച്ചത്. എന്താണെങ്കിലും ബഹുഗേമം തന്നെ. ഏതായാലും അതിനകത്തൊരു കാര്യമുണ്ട്. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചുറ്റുപാടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അവിടുത്തെ പള്ളിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവൻ അവിടെ എന്തെങ്കിലും കുടുംബമോ വല്ലോ ഉണ്ടോ എന്നുള്ളത്. എന്തൊക്കെ ബോധനം, മതബോധനം അല്ലെങ്കിൽ സന്മാർഗം പറഞ്ഞു കൊടുത്തിട്ടും മൊറാലിറ്റി പറഞ്ഞു കൊടുത്തിട്ടും ഉടായ്പകളിൽ നിന്നിട്ട് കാര്യമായിട്ടുള്ള വിമോചനം കുഞ്ഞാടുകൾക്കില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ വേദനയോടെ പറയുന്ന കാര്യമുണ്ട്. ഈ ലവ് ജിഹാദിലേക്ക് ഇവരുടെ കുട്ടികൾ പോകുന്നു, അന്യമതസ്ഥർ ഇവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകുന്ന രീതിയിലേക്ക്, ഇപ്പം സ്നേഹത്തിന് വേണ്ടിയല്ല പോകുന്നത്, വേറെ എന്തോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന് വാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് പോകുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നതാണോ, വളർത്തി വെച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കുട്ടികൾ? അങ്ങനെയാണോ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ അതും ഒരു പരാജയം തന്നെയല്ല. അപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നതിലൊരു പ്രശ്നം കൂടെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. എന്തൊക്കെയാണെങ്കിലും വലിയ കോമഡി തന്നെ. അടുത്ത റീലിലേക്ക് പോവാം.
നന്മ തിന്മകൾ മീസാൻ എന്ന ത്രാസിൽ തൂക്കപ്പെടും. അതിനൊരു സിറാത്ത് പാലമാണ്. സിറാത്ത് പാലത്തിൽ നന്മ ചെയ്ത ഒരാളാണെങ്കിൽ മിന്നൽ വേഗത്തിലും കാൽ തുറക്കും മുമ്പേ എല്ലാം സ്വർഗത്തിൽ കിടക്കും. എന്നാൽ തിന്മ ചെയ്ത ഒരാളാണെങ്കിലോ കാൽ മുട്ടുകൾ കൊണ്ട് എഴുതി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കിയാലും തെറ്റി നരകത്തിൽ പോകും. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. ഒരു സ്കൂളിലെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി നടത്തിയ ആവിഷ്കാരമാണ് അവിടെ കണ്ടത്. അതിനകത്ത് ഏറ്റവും വലിയ ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് വീഡിയോ പകർത്തി സ്കൂളിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നിയ ആ ഒരു മനസ്സുള്ള ടീച്ചറിനെ കുറിച്ചിട്ടാണ്, ആ ഒരു അധ്യാപക സമൂഹത്തെ കുറിച്ചിട്ടാണ്. എങ്ങനെ ഇത് പുറത്ത് കാണിക്കാനായിട്ട് തോന്നി? ആ കുട്ടി ഓക്കെ, അതിൻ്റെ ആ ഒരു പ്രായത്തിൽ കിട്ടിയ മതബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ശാസ്ത്രവും സൃഷ്ടാവിൻ്റെ അണ്ടറിലാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ പഴയ പ്രാചീന പുസ്തകമാണ് എന്ന് ചിന്തിക്കുന്ന അതിൻ്റെ ആ ഒരു ചിന്തയിൽ ഉണ്ടായി വന്ന ഒരു കരവിരുതാണ്. പക്ഷെ ആ ഒരു കരവിരുത് നാട്ടുകാർക്ക് ഇടയിലേക്ക് കൊടുക്കാനായിട്ട് തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ, അതെന്തുവാടേ? ഇപ്പോഴൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയുള്ള ഒരു ആവിഷ്കാരം അവിടെ നടത്തിയത് ശാസ്ത്രമേളയിൽ. ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള സാറായിരിക്കും സയൻസ് പഠിപ്പിച്ചത്, അയാളായിരിക്കും ഇതാണ് പരമപ്രധാനമായിട്ടുള്ള സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തത്. സിറാത്ത് പാലമേ, അതേത് പാലം? ഇത് കോമൺ ആയിട്ട് മറ്റേ എബ്രാഹിമിക് റിലീജിയൻസിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് കേട്ടോ, ഈ സ്വർഗ നരക പരിപാടി, പാലം പരിപാടി. പണ്ട് നമ്മൾ കോമഡി ആയിട്ട് പറയും, ഈ നൂൽപ്പാലത്തേക്കടെ നടക്കണം, അൽഫാം പോലെ ഇട്ട് ചുട്ടെടുക്കുന്നിന്നെ എന്നൊക്കെ പറയും. ഇത് ഞാൻ റിയൽ ആയിട്ട് വിഷ്വൽ എഫക്ട്സിൽ കണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊരു ദിവസം ധ്യാനത്തിന് പോയി. എന്തോ സ്വാർത്ഥ ലാഭങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്, ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ധ്യാനത്തിന് പോയ സമയത്ത് മറ്റേ സേവിയർ ഖാൻ വട്ടായിൽ അച്ഛൻ്റെ ധ്യാനമാണ്. അപ്പോൾ അവിടെ വലിയ LCD മോണിറ്ററിൽ ഇങ്ങനെ നരകം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏനാ രസം, ആളുകൾ കത്തി ചാമ്പലാവുന്നു, മറ്റേ തലയോട്ടികൾക്കിടയിൽ ആളുകൾ കിടന്ന് കാറുന്നു, കൂവുന്നു, ആകെ മൊത്തത്തിൽ ഒരു ഫ്രസ്ട്രേഷൻ, മൊത്തം ഒരു ആനിമേഷൻ വൈബ്. അത് കണ്ടു കഴിഞ്ഞാൽ മിനിമം കോമൺ സെൻസ് ഒന്നും ഇല്ലാത്ത വിശ്വാസികൾ ഉറപ്പായിട്ടും ആ ഒരു ധ്യാനത്തിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ പുള്ളി പറയുന്നത് അങ്ങ് കടമെടുത്ത് ജീവിതം മാറ്റാനായിട്ട് ശ്രമിക്കും. കാരണം അത്രയധികം പീഡനമാണ് ആ ഒരു വിഷ്വൽ എഫക്ട്സ് വഴി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു അക്രമമാണ് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. നിങ്ങൾക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം മതവിശ്വാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ബോധം മാത്രമുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചാരിറ്റി ചെയ്യണം, സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കണം. എന്നാൽ എങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഉണ്ടോ? ഇല്ല. ആരെങ്കിലും പറ്റിച്ചും വെട്ടിച്ചും കുറെ ഉണ്ടാക്കും, എന്നിട്ട് ആർക്കെങ്കിലും 10 രൂപ കൊടുത്തിട്ട് പറയും ഞാനങ്ങ് സ്വർഗത്തിലേക്ക് പാലം വഴി അങ്ങ് സ്മൂത്തായിട്ട് കടന്നു പോകുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചാരിറ്റിയുടെ ആവശ്യമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ അവരുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് ആ ഒരു സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രോപ്പറായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒത്തിരിയധികം ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മാറും. അതേപോലെ തന്നെ ഈ പരിസരം മലിനമാക്കുന്ന, രോഗങ്ങൾ പരത്തുന്ന ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒത്തിരിയധികം ആളുകൾക്ക് അസുഖം വരില്ല. ഇതെല്ലാം ചെയ്തിട്ട് ഈ നശീകരണം മൊത്തം നടത്തിയിട്ട് 10 രൂപ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് എന്ത് പുണ്യമാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നാശനഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ പൈസ മുടക്കുന്നതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഏത് തൊഴിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലാണെങ്കിലും അത് ആത്മാർത്ഥമായി മറ്റുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായി കൃത്യമായി ചെയ്യുക. അപ്പോൾ തന്നെ ഈ ചാരിറ്റിയുടെ പരിപാടി കുറഞ്ഞു കിട്ടും. ഇതിനെക്കുറിച്ചൊന്നും മതബോധനത്തിലില്ല. നിങ്ങൾ മാന്യമായി ആളുകളോട് ഇടപെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്ത് നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തേണ്ടതാണ്. ലോജിക്ക് വെച്ച് നോക്കുന്ന സമയത്ത് സ്വർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആരാധനയും കാലുപിടുത്തവും പുകഴ്ത്തലും കൊണ്ടൊക്കെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേന് ഒന്ന് ചിന്തിച്ചുകൊള്ളുക, ഇതൊക്കെ ആരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. എന്തിനാ മോനെ ഇത്? അമ്മ എടുത്തു വരി, ഞാൻ പറയാ. ഇതെന്താ മോനെ? ഇതെന്തിനുള്ള പുറപ്പാടാ? എന്തത് മോനെ? ഞാൻ ആകെ മാറിപ്പോയല്ലോ. അപ്പൊ ഇവിടെ പോന്നേ? മോനെ അപ്പൊ എങ്ങോട്ടാടാ പോന്നേ? 1-2 ഉദ്ഘാടനത്തിന് ബുക്കിംഗ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ റിബൺ കട്ട് ചെയ്തിട്ട് വരാം. ബൈ മമ്മി. ബൈ പപ്പ.
സ്കൂളിലും കോളേജിലും ഒക്കെ മാന്യമായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കിടയിൽ ഇമാതിരി തരവഴിത്തരം കാണിക്കുന്ന ചിലതുങ്ങൾ വന്ന് പെടാറുണ്ട്. അത്തരത്തിലുള്ളതുങ്ങളെ കാണുന്ന സമയത്താണ് അധ്യാപകരും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ മാന്യമായിട്ട് ചോദിക്കുന്നത് ഈ താവടിയൊക്കെ ഏതവനാണ് ഉണ്ടാക്കി വിട്ടത് എന്നുള്ളത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പേരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഇത് മാത്രം ചെയ്തെങ്കിൽ പോലും ഒരു പരിധി വരെ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യം സമൂഹത്തിനുണ്ടാവില്ല. അച്ഛൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് മകൻ്റെ കഴിവിൽ കൂടെ അവിടെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ഫ്രസ്ട്രേഷനാണ് അവൻ്റെ ആ ഒരു കലാസൃഷ്ടിയിൽ കാണുന്നത്. കുടുംബം മുഴുവനുള്ള ആളുകളുടെ സ്ത്രീ ശരീരത്തോടുള്ള കാഴ്ചപ്പാടാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ക്യാമറ മൂവ്മെൻറ്റുകൾ എത്ര മനോഹരമായിട്ടാണ് ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും പല ഷോപ്പുകളുടെയും ഉദ്ഘാടനത്തിന് സ്ത്രീകളായിട്ടുള്ള ആക്ടേഴ്സൊക്കെ വരാറുണ്ട്. അവരിൽ പല ആളുകളുടെയും ശരീരമൊക്കെ പല രീതിയിലായിരിക്കും, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കണം, ഏത് ഭാഗത്തിലേക്ക് നോക്കി കമൻറ്റ് പറയണം, ഏത് ഭാഗത്തിലേക്ക് നോക്കി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഏത് ഭാഗത്തെക്കുറിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടിനെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കുട്ടിയും നാളെ ഈ പകർന്നു കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകളെയൊക്കെ നോക്കും. അവൻ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോലും. മോണിറ്ററി ബെനിഫിറ്റ്, ആരുടെയെങ്കിലുമൊക്കെ പിൻഭാഗം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നാളെ വഴിയിലിറങ്ങുന്ന സമയത്ത് ആരെ കണ്ടാലും ആരുടെയെങ്കിലും പിൻഭാഗം ഇത്തിരി അവനിൽ നിന്ന് വലുതായി ഇരുന്ന് കഴിഞ്ഞാൽ അവന് തോന്നും ഇതിന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. എത്ര മനോഹരമായിട്ടാണ് പേരൻറ്റിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ ഒരു വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മഹാമെനഘട്ട കുടുംബം എന്ന് നിസ്സംശയം സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ കണ്ടത്. അതുങ്ങളുടെ ലോകം, അതുങ്ങളുടെ പ്രശ്നങ്ങൾ, ആ കൂടെ ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണം. ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എവിടെ പോയാലും അതിൻ്റെ പുറകെ ക്യാമറയായിട്ട് നടക്കുന്ന അവന്മാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അവന്മാരുടെ ജോലി എന്താണ്? ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് മോനെ ജോലി? ഞാൻ അലിൻ ജോസ് പെരേരയുടെ പുറകെ ക്യാമറയായിട്ട് നടക്കുന്ന ആളാണ്, അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ്. എന്ത് ബോറം പരിപാടിയാണ്. ലോകത്തെ ഏറ്റവും മോശം വൃത്തികെട്ട ജോലി. എല്ലാ ജോലികൾക്ക് അഭിമാനം ഉണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അങ്ങനെ എല്ലാ ജോലികൾക്ക് അഭിമാനമൊന്നുമില്ല. ഈ ജോലിക്കൊന്നും ആ ഒരു അന്തസ്സ് ഞാൻ കാണുന്നില്ല. ആളുകളുടെ പിറകെ നടക്കുക, ആളുകളുടെ പ്രൈവസിയിലേക്ക് എൻ്റർ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക, വനിതാ വിനീത തിയേറ്റർ ഇവരാണ് ഫേമസ് ആക്കിയത്. എന്ത് ഫേമസ് ആക്കിയെന്ന്? മാന്യമായിട്ട് സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന തിയേറ്ററാണ് വനിതാ വിനീത തിയേറ്റർ. പണ്ട് എറണാകുളത്തുള്ളപ്പോൾ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരുന്ന ഒരു തിയേറ്ററാണ്. അതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര രസമാണ്. അത് ഭയങ്കര എല്ലാ ആൾക്കാരും വെൽക്കം ചെയ്യുന്ന ഒരു തിയേറ്റർ പോലെയാണ്. വലിയ കോംപ്ലക്സ് ഒന്നുമില്ല സിനിമ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനായിട്ടൊന്നും. അതാണ് ആ ഒരു തിയേറ്ററിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മളുടെ അനുവാദം ഇല്ലാതെ കുറേയധികം ആളുകൾ നമ്മളിലേക്ക് ക്യാമറയായിട്ട് ഇങ്ങനെ ഇടിച്ചു കയറി വരും. പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി വരികയാണ്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. പണ്ടൊക്കെ കാമുകന്മാർ വീട്ടിലൊക്കെ അറിയാതെ സിനിമയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകണം, ഒരു കുഴപ്പമില്ലാത്ത കേസാണ്. പബ്ലിക് സ്പേസല്ലേ, തിയേറ്ററിലെ സുരക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സേഫാണ്. തിരിച്ചിറങ്ങി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. തിരിച്ചിറങ്ങുന്ന സമയത്തായിരിക്കും കുറേ മഞ്ഞ ചാനലുകളെല്ലാം കൂടെ ഓടി വരുന്നത്. ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയൊക്കെ അവിടെ നിൽക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും നമ്മളുടെ പ്രൈവസിക്ക് ഒരു വിലയില്ല. നമ്മളെല്ലാം ആ വീഡിയോയിൽ പെടും. നമ്മുടെ അടുത്ത് നിന്ന് റിവ്യൂ ചോദിക്കാൻ വേണ്ടി വരുന്നു. നമ്മൾ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ അതൊരു കണ്ടന്റ്, റിവ്യൂ പറഞ്ഞാൽ അതൊരു കണ്ടന്റ്. എന്താണെന്ന് പറഞ്ഞാലും ഈ പ്രദേശത്ത് ഇവറ്റകളുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നവന്മാർ മാറും. ആ ഒരു തിയേറ്റർ ഓണർ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അയാൾ ഒരു തെറി കേട്ടില്ല. അയാൾക്ക് എന്താവശ്യമാണ്? ഇവരുടെ വർത്താനം കേട്ടാൽ തോന്നുന്നു ഇതുവരെ വനിതാ വിനിത തിയേറ്ററിനകത്ത് ആരും വരത്തുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോഴാണ് ആ ഒരു തിയേറ്റർ നമ്മളിൽ പല ആളുകളും ഒഴിവാക്കാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര സഹതാപമുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. എനിക്ക് ഭയങ്കര സഹതാപമാണ് അയാളോട്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി പറയുന്ന മിക്കലും മണ്ടത്തരാണെന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സഹതാപം ഉണ്ടാവാൻ കാരണം ഞാനൊക്കെ പണ്ട് ഡിബേറ്റ് കോമ്പറ്റീഷൻസിൽ സ്ഥിരമായിട്ട് പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ നമുക്ക് എന്ത് വിഷയം കിട്ടിയാലും നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സംസാരിക്കും. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനാവും കിട്ടുന്നത്, റിസർവേഷൻ എതിരെയായിരിക്കും, ജാതീയത വേണമെന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഡിബേറ്റിംഗ് നമുക്ക് വിഷയം കിട്ടും, ഫോർ ആൻഡ് അഗേൻസ്റ്റ്. പക്ഷെ ആ ഒരു ചെറിയ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് കിണഞ്ഞ് പരിശ്രമിച്ച് വാദം ഉണ്ടാക്കി പറയും.
ആ കപ്പൊക്കെ നമ്മൾ ഷോക്കേസിലൊക്കെ വെച്ച് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് കുറച്ച് കാലമായി. പിന്നെ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. രാഹുൽ ഒരു പക്ഷേ ഇന്നും കപ്പിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ചാനൽ ഡിബേറ്റിനകത്ത് അതായത് ഇന്നും ഒരു ഫസ്റ്റ് പ്രൈസും സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് രാഹുൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. ഇന്നൊക്കെ നമ്മൾ മാറി എത്തിക്കലി ചില കാര്യങ്ങൾ നമുക്കുണ്ട്, പൊളിറ്റിക്കലി ചില കാര്യങ്ങളുണ്ട്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കോൺഷ്യസ് ഉണ്ട്, ഭരണഘടനയുടെ ഉത്തരവാദിത്തം ഉണ്ട്. അതിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ രാഹുൽ ഇപ്പോഴും ആ ചെറിയ ക്ലാസ്സുകളിലെ ഡിബേറ്റ് മത്സരങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിന്ന് വളർന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സഹതാപം പലപ്പോഴും രാഹുലിനോടായിട്ട് തോന്നാറുണ്ട്. വേറൊരു സാധനം എന്ന് പറഞ്ഞപ്പോൾ പ്രദീപൻ പാവരിക്കൊന്ന് മാഷ് പറയുന്നത്, ഒരു നാട്ടിലൊരു കുട്ടി നടന്നു പോകുമ്പോൾ അതിനൊരു പട്ടി അടിച്ചു. അപ്പൊ ഈ കൂടി നിന്ന ആൾക്കാരൊക്കെ നിരന്തരം ഈ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവനെന്തിനാ രാത്രി പുറത്തിറങ്ങി, ഇവനെന്തിനാ ഈ ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയത്, ഇവനെന്തിനാ അങ്ങനെ പുറത്തിറങ്ങി, പട്ടിയുള്ള സ്ഥലത്ത് കൂടെ പോകണം. ഇപ്പൊ ഒരു മുത്തശ്ശി അവസാനം പറയുന്നുണ്ട്, എന്നാലും ആ പട്ടിയുടെ ഭാഗത്ത് 1% തെറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പട്ടിയുടെ തെറ്റ് കൂടെ കണ്ടെത്തുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ പൊതുസമൂഹത്തിന് ചിലപ്പോൾ സ്വീകാര്യമാവുന്നത് മറ്റേ ഭാഗത്ത് ആ കുട്ടിയുടെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കൊരു ചർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ പോലീസ് ഓഫീസർ ആവാത്ത നമ്മുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ എഴുതപ്പെടുന്ന FIR-ഉം കുറ്റപത്രമൊക്കെ എന്തായിരിക്കും എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം കൊലപാതകം വയറ്റിനിട്ട് കുത്തി ഉടനെ രാഹുൽ പറയും 99% കുത്തിയ ആൾക്കെതിരെയാണെങ്കിലും 1% വയറും കൊണ്ട് പുറത്തിറങ്ങിയ ആൾക്കെതിരെ ഒപ്പമാണെന്ന് രാഹുൽ എന്തായാലും പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇന്നും ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് ഞാനൊരു ആര്യ ബ്രാഹ്മണ പ്രതിനിധിയാണെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന, ഇപ്പം ലണ്ടൻ സ്കൂളിലൊക്കെ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേടി എന്നുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്തൊരു ഡിബേറ്റ് വന്നു കഴിഞ്ഞാലും ഇതുപോലെ മത്സരിക്കാൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ രാഹുലിനെ പോലുള്ള ആളുകളുടെ മനസ്സിലുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം അതുകൊണ്ട് അത്തരക്കാരോട് സഹതാപമുണ്ട്. അത്തരക്കാരാൽ സമൂഹം മാനിപ്പുലേറ്റ് ചെയ്ത് പോകരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇത്തരക്കാരാൽ സമൂഹം മാനിപ്പുലേറ്റഡ് ആവരുത് എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. സമൂഹം മാനിപ്പുലേറ്റഡ് ആവും. പലപ്പോഴും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വറിന്റെ മണ്ടത്തരങ്ങളൊക്കെ പേറി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ഞാൻ വളരെ സഹതാപത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്. അതിപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരില്ല. ആ ഒരു മണ്ടത്തരം കയ്യിൽ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഇക്കാലം കൊണ്ട് കുറച്ചൊക്കെ കോമൺ സെൻസ് രാഹുൽ ഈശ്വറിനെക്കാളും നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ഒക്കെയാണ് ഈ രാഹുൽ ഈശ്വറൊക്കെ വലിയ ചാനൽ പ്രമുഖന്മാരൊക്കെ ആയിട്ട് കാണപ്പെട്ടു തുടങ്ങിയത്. അന്ന് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത് രാഹുൽ ഈശ്വറിൻ്റെ വൈഫ്, അദ്ദേഹം കൈരളിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. നല്ല രസമാണ് പ്രസൻറ്റേഷൻ, നല്ല ഗംഭീരമായിട്ട്, എന്ത് രസമാണ് അതൊക്കെ. ഈ ഒരു കാലഘട്ടത്തിലെ പല ആങ്കേഴ്സും മിസ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ്. വളരെ ഗംഭീരമായിട്ടൊരു സംഗീത പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അന്ന് നമുക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ രാഹുൽ ഈശ്വറുണ്ട്, അങ്ങനെ കുറേയധികം പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ വരുന്നത്, ഞാൻ ജേർണലിസമൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേന് ചില സമയത്ത് ആലോചിക്കാറുണ്ട്, ഈ പറയുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ ഇന്നിരുന്ന് വിമർശിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു അത് എന്നുള്ളത്. അവരിൽ പല ആളുകളുടെ വർത്തമാനങ്ങളൊന്നും ഈ കാലഘട്ടം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തൊരു വലിയ ജനറേഷൻ ഗ്യാപ്പാണ്. അവരിൽ പല ആളുകളോടുള്ള നമ്മളുടെ താല്പര്യം ഒക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു. രാഹുൽ ഈശ്വറിൻ്റെ വൈഫൊക്കെ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞാണ് ഒരു ഞായറാഴ്ച നമ്മൾ കണ്ടന്റ് ആക്കിയത്. രാഹുൽ ഈശ്വറിൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണോ എന്നുള്ളതറിയില്ല. മഹാവിഡിതരങ്ങൾ തന്നെ. രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അയാൾ പറയുന്ന ഒരൊറ്റ കാര്യം പോലും നടക്കില്ല. അയാൾ പറയുന്ന ഒരൊറ്റ ആർഗ്യുമെന്റ് പോലും കൊള്ളാവുന്ന ഒരു സർക്കിളുകളിൽ വിജയിക്കപ്പെടില്ല. അയാൾ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ കിടന്ന് മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിൽ വലിയ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, വളരെ സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് പോലും വളരെ ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പുള്ളി പറയുന്നുള്ളൂ. പക്ഷേ കുറേയധികം ആളുകളെ പുള്ളി യൂസ് ചെയ്യുകയാണ്. ഈ രാഹുൽ ഈശ്വർ ഇന്ത്യയുടെ സംസ്കാരം എന്നൊക്കെ പറയും. ഇനോഗ്രേഷന് വരുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണല്ലോ മുമ്പത്തെ വീഡിയോയിലെ പ്രതിപാദ വിഷയം. എന്നാൽ ഇന്ത്യയുടെ സംസ്കാരം എന്താണ്? മഹാകുംഭമേളയുടെ കുറേ റീലുകൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യ. അത്ര എക്സ്ട്രീം ലെവലിലാണ് ഇന്ത്യ. അവിടെ തുണിക്കോ നാണം മറക്കലിനോ അല്ലെങ്കിൽ ശരീരത്തിനോ ഒന്നും ഒരു റോളും ഇല്ല. അതാണ് ശരിക്കുള്ള ഇന്ത്യ. അതാണ് സംസ്കാരം. ആ ഒരു സംസ്കാരത്തെ പുൽകുന്ന ആളുകൾ, പൂജിക്കുന്ന ആളുകൾ, ഇവിടെ ചില ആളുകളുടെ വസ്ത്രധാരണം ഇറുകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്, അത് സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? മഹാകുംഭമേളയുടെ കുറേ റീലുകളുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് ഈ പറയുന്ന പരിപാടിയൊക്കെ കാണാൻ ഫോട്ടോയിൽ കളർഫുൾ ആണെന്നുണ്ടെങ്കിലും ഈ ഏരിയക്കടെ നടക്കുമ്പോൾ ഉള്ള ഒരു മലീനസമായിട്ടുള്ള അന്തരീക്ഷം തീരെ പറ്റുന്നതല്ല. ഞാനും ഒരു കുംഭമേളയ്ക്കൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തീരെ പറ്റില്ല. വൈകൃത കൂട്ടായ്മകൾ ചിലയിടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അവിടെ പല വൈകൃതങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്. നിങ്ങൾ എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു മനോരോഗമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആളുകളുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതവിടെ അനുവദനീയമാണ്. കുറച്ച് ഭസ്മന്മാരി അങ്ങോട്ട് പൂശിയാൽ മതി. ആരെങ്കിലും നിങ്ങളെ ഒന്ന് പരിശോധിക്കുമോ നിങ്ങൾ ഒറിജിനലാണോ വ്യാജനാണോ എന്നുള്ളത്? നാട്ടിൽ ബ്ലേഡ് കമ്പനി നടത്തി മുങ്ങിയവന്മാരും
പല ക്രൈമിലും പെട്ട് മുങ്ങിയവന്മാരും ഒക്കെ അവിടെ ഉണ്ട്. കുറെ അമ്മമാരെ ഞാൻ കണ്ടായിരുന്നു, മലയാളികളായിട്ടുള്ള കുറെ അമ്മമാര്. ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ മനുഷ്യ ഇറച്ചി ചുട്ടു തിന്നുന്ന ആളാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള പല ഇടങ്ങളിലും, ഭൂരിപക്ഷ ഇടങ്ങളിലും അംഗീകരിക്കപ്പെടില്ല. എന്നാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു സന്യാസി വര്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശവം ചുട്ട് തിന്നാം. അങ്ങനെ തിന്നുന്ന ആൾക്കാരെയൊക്കെ പൂജിക്കുന്ന സംസ്കാരവും ഇന്ത്യയിലുണ്ട്. ഞങ്ങളെ കാശി വിളിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇതിൽ പലതും ചിത്തഭ്രമമാണ്, ചിലത് മറ്റേ ഒരു ഫാൻറ്റസിയാണ്. നമ്മൾ ഇങ്ങനെ കാലങ്ങളായിട്ട് കേട്ട് വെച്ച സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ചില ഇൻപുട്ടുകളും കൂടെ ഇട്ടിട്ട് നമുക്ക് തോന്നുന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ പോണ പരിപാടിയാണ്. പിന്നെ നമ്മൾ ഇതിനെയൊന്നും പൂർണ്ണമായിട്ട് തള്ളി പറയുന്നില്ല. എല്ലാ രാജ്യത്തിനും ഓരോ കൾച്ചറുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറാണിത്. അപ്പോൾ ആ ഒരു കൾച്ചർ നിലനിൽക്കുമ്പോൾ മറ്റ് ചിലതിലേക്ക് സദാചാര പോലീസിങ്ങുമായിട്ട് വരരുത്. ഈ രാജ്യത്തിൻ്റെ കൾച്ചർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കുറേയധികം വിദേശികൾ വരുന്നു, പണം സ്പെൻഡ് ചെയ്യുന്നു, എന്തെങ്കിലും കാണിക്കട്ടെ. വൃത്തിക്കും വെടുപ്പിനും ഒക്കെ ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇന്നത്തെ വീഡിയോയെ കുറിച്ചിട്ട്. നന്ദി.